കഥയെ ആരംഭിക്കുന്നത് ലൈല എന്ന പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് ലണ്ടനിലെ റെഫ്യൂജി ക്യാമ്പിന് മുമ്പിലേക്ക് അവൾ വന്നെത്തിയിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ലൈനിൽ നിൽക്കുകയായിരുന്ന ലൈലയുടെ അടുത്തേക്ക് ആ സെന്ററിന്റെ മാനേജർ കടന്നു വന്നു. മാനേജർ ലൈലയെയും കൂട്ടിക്കൊണ്ട് തന്റെ റൂമിലേക്ക് പോയി. അവിടെ വെച്ച് ലൈലയോട് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചു. തന്റെ കയ്യിൽ യഥാർത്ഥത്തിലുള്ളത് ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ടാണെന്നും താനിപ്പോ വരുന്നത് എത്യോപ്യയിൽ നിന്നാണെന്നും അതിനു മുമ്പ് മൊറോക്കോയിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു എന്നും അവൾ വ്യക്തമാക്കി. കൂട്ടത്തിൽ തനിക്ക് എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകണമെന്നും അതിനെന്തെങ്കിലും അവസരമുണ്ടാകുമോ എന്നും അവൾ അന്വേഷിച്ചു. പക്ഷേ അതിപ്പോൾ സാധ്യമല്ലെന്നും ആ രാജ്യത്ത് കലാപവും പ്രക്ഷോഭങ്ങളും നടക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ സമയം ലൈലയുടെ ഓർമ്മകൾ തന്റെ പഴയ കാലത്തിലേക്ക് പോയി. ലൈല കുട്ടിയായിരുന്ന സമയം അവളുടെ പാരന്റ്സ് ആയിരുന്നു അവളെ ആദ്യമായി എത്യോപ്യയിലേക്ക് എത്തിക്കുന്നത്. അബ്ദുൽ എന്ന് പേരുള്ള അവിടുത്തെ ഒരു പണ്ഡിതന്റെ അടുത്ത് അവർ അവളെ കൊണ്ടുചെന്നാക്കി. പക്ഷേ അവളുടെ ശ്രദ്ധ വെട്ടിച്ച് അവളെ അവിടെ ഉപേക്ഷിച്ച് അവളുടെ പാരന്റ്സ് കടന്നു കളയുകയായിരുന്നു. അവളെ വന്ന് കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പാരന്റ്സ് പോയിരുന്നതെങ്കിലും പിന്നീട് ഒരിക്കലും അവരങ്ങോട്ടേക്ക് തിരികെ വന്നതേയില്ല. ലൈല അബ്ദുലിന്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നതും. സെന്റർ മാനേജർ കടന്നു വന്നപ്പോഴാണ് ലൈല ഓർമ്മയിൽ നിന്നുണർന്നത്. സെന്റർ മാനേജർ പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അത് കളക്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നതേയില്ല. നിങ്ങളൊരു ബ്രിട്ടീഷ് സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെയും മറ്റു റെഫ്യൂജീസിന്റെയും കാര്യം വളരെയധികം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഒരു ബ്രിട്ടീഷ് പൗരന്റെ എല്ലാവിധ അധികാരങ്ങളും ഇപ്പോൾ ലഭിക്കും. പിന്നാലെ ലൈലയടക്കം അവിടെയുള്ള റെഫ്യൂജീസിനെ മുഴുവൻ അവിടുത്തെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ആ സമയം അങ്ങോട്ടേക്കൊരു ഉദ്യോഗസ്ഥ വന്നു. ആ ഉദ്യോഗസ്ഥ പറഞ്ഞു, നിങ്ങളിൽ ആർക്കൊക്കെ ഇവിടെ PR റെഡിയായിട്ടുണ്ടോ അവരുടെ വിവരങ്ങൾ ഇവിടെ ഒരു ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. പിന്നീട് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുകയും ചെയ്യാം. ലിസ്റ്റിൽ പേര് വരാത്തവരുണ്ടെങ്കിൽ അവരെ ക്യാമ്പിലേക്ക് മാറ്റും. പിന്നീട് അവർ ക്യാമ്പിലായിരിക്കും ജീവിക്കുക. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മൊറോക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് അവൾ എത്തിച്ചേർന്ന ശേഷം അബ്ദുൽ അവളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇസ്ലാമിക രീതിയിൽ അവൾ വളർന്നു വന്നു. ഖുർആൻ നല്ല രീതിയിൽ പഠിച്ചു. പിന്നീട് ഖുർആൻ പഠിപ്പിക്കാൻ എത്യോപ്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് അവൾ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഗ്രാമവാസികൾ അവളെ സ്വീകരിച്ചതേയില്ല. അവളെ അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കാൻ പോലും അവർ ശ്രമിച്ചിരുന്നു. അവൾക്ക് രക്ഷയായി എത്തിയത് ഒരു സുഹൃത്തായിരുന്നു, അവിടുത്തെ ഷെയ്ഖിന്റെ ഭാര്യ. ഷെയ്ഖിന്റെ ഭാര്യ അവളെ നൂരിയ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ അടുത്തെത്തിച്ചു. നൂരിയയുടെ വീട്ടിൽ പണമടച്ച് താമസിക്കാൻ ലൈലക്ക് അവസരം കൈവന്നിരുന്നു. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. അടുത്ത ദിവസം പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. PR കിട്ടിയവരുടെ ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് ലൈലയുടെ പേരു മാത്രമായിരുന്നു. ലൈലയ്ക്ക് താമസ സൗകര്യം നൽകപ്പെട്ടു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. പക്ഷേ അവിടെയകത്ത് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ഫർണിച്ചേഴ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വീടിനകത്തേക്ക് കടന്നതും ലൈലയ്ക്ക് പഴയ ഓർമ്മകൾ വീണ്ടും എത്തി. നൂരിയയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം നൂരിയയുടെ കുട്ടിക്ക് സുഖമില്ലാതാവുന്നത്. അന്ന് നൂരിയ ആശുപത്രിയിലേക്ക് കുട്ടിയെയും കൊണ്ട് പോയപ്പോ കൂട്ടത്തിൽ അവളും പോയിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഡോക്ടറായ അസീസിനെ ലൈല ആദ്യമായി കാണുന്നത്. ലൈലയെ കണ്ട അസീസിന് ആദ്യമാത്രയിൽ തന്നെ അവളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് ആ ഒരു അടുപ്പത്തിലും റെസ്പെക്റ്റിലുമായിരുന്നു അസീസ് പെരുമാറിയതും. വാതിൽ കെട്ട മുട്ടായിരുന്നു ലൈലയെ ഓർമ്മയിൽ നിന്നുണർത്തിയത്. ലൈല ചെന്ന് വാതിൽ തുറന്നു. പുറത്തൊരു ഫാമിലി വന്നിരിക്കുന്നു. അവരുടെ കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കാൻ പറ്റിയ ഒരാൾ അവിടെയുണ്ട് എന്നറിഞ്ഞിട്ടെത്തിയതായിരുന്നു അവർ. പക്ഷെ അതൊരു ലേഡിയാണെന്ന് കണ്ടതും അതിന് തയ്യാറാവാതെ അവർ കുട്ടിയുമായി മടങ്ങി. അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ലൈല ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അടുത്തുള്ള ആശുപത്രിയിൽ പോയി. അവിടുത്തെ ഡയറക്ടറെ കണ്ട് സംസാരിച്ചു. ഡയറക്ടർ ആദ്യം ലൈലയ്ക്ക് ഒരു തൂപ്പുകാരിയുടെ ജോലി കൊടുക്കാം എന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷേ ലൈല തനിക്കറിയാവുന്ന കാര്യങ്ങളും സ്കില്ലുകളും ഒക്കെ എടുത്തു പറഞ്ഞു. ഒടുവിൽ ലൈലയെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആക്കാം എന്ന ഡയറക്ടർ സമ്മതിക്കുകയാണ്. ലൈലയ്ക്കും ഒരുപാട് സമാധാനവും സന്തോഷവും തോന്നി. അന്ന് തിരികെ ലൈല തന്റെ വീട്ടിലേക്ക് എത്തുമ്പോ അവിടുത്തെ സ്റ്റെപ്പിൽ പ്രസവിക്കാൻ തയ്യാറായി വീണ അമീന എന്നൊരു ലേഡിയെ അവൾ കണ്ടു. അടുത്തുള്ള 2 താമസക്കാരും അപ്പോഴങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവർ അമീനയെ സുരക്ഷിതമായി അവിടെയുള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ലൈലയുടെ അപ്പാർട്ട്മെന്റിനകത്തായിരുന്നു അവർ അമീനയെ കൊണ്ടാക്കിയത്. അപ്പോഴാണ് ലൈല അറിയുന്നത് അമീനയും ഒരു അഭയാർത്ഥിയാണ്. പക്ഷെ അവൾക്ക് PR കിട്ടിയിട്ടില്ല. എന്തായാലും തൽക്കാലത്തേക്ക് അമീനയ്ക്ക് അഭയം കൊടുക്കാൻ ലൈല തീരുമാനിച്ചു. അന്ന് റൂമിൽ വന്നു കിടന്നപ്പോ ലൈലയുടെ ഓർമ്മകൾ മുഴുവൻ പോയത് അസീസിലേക്ക് തന്നെയായിരുന്നു. അസീസുമായി ലൈല അടുപ്പത്തിലായതും ലൈലക്കേറെ ഇഷ്ടപ്പെട്ട ഒരിടം കാണിക്കാൻ അസീസ് കൊണ്ടുപോയതുമായ ഓർമ്മകൾ
മകൾ. പിറ്റേന്ന് ജോലിക്ക് ആശുപത്രിയിലെത്തിയ ലൈല ഇടവേളയിൽ താൻ എഴുതി തയ്യാറാക്കിയ ഒരു നോട്ടീസ് അവിടുത്തെ നോട്ടീസ് ബോർഡിലിട്ടു. അസീസിനെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ തന്നെ അറിയിക്കണം എന്ന മട്ടിലുള്ള ഒരു പോസ്റ്ററായിരുന്നു അത്. അന്ന് ജോലി കഴിയാറായ സമയത്ത് ലൈല അവിടുത്തെ മെഡിസിൻ റൂമിലേക്ക് കയറി ചെന്നു. അവിടെ നിന്ന് കുറച്ച് പാലും മറ്റുൽപ്പന്നങ്ങളും മരുന്നുകളും അമീനയ്ക്കും അമീനയുടെ കുട്ടിക്കുമായിട്ട് എടുത്തു. സാധനങ്ങളെടുത്ത് അവൾ പുറത്തേക്ക് പോവാനിറങ്ങുമ്പോഴാണ് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്ന റൂബൻ എന്ന ഡോക്ടറെ അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ കുറച്ച് അങ്കലാപ്പിലായി. റൂബനും എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ഒടുവിൽ അവൾ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. അർഹതപ്പെട്ട ഒരാൾക്ക് കൊണ്ടുപോവാനാണ് താനിത് എടുത്തത് എന്ന കാര്യം അവൾ ധരിപ്പിച്ചു. റൂബൻ അമീനയെ കുറ്റപ്പെടുത്തിയില്ല. അമീനയ്ക്ക് ആവശ്യമെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ കൂടി അവിടെ നിന്ന് എടുത്തുകൊടുത്തു. ലൈല അന്ന് തിരികെ വീട്ടിലേക്കെത്തുമ്പോ വീടിനകത്ത് മുഴുവൻ അയൽക്കാരും മറ്റും ഉണ്ടായിരുന്നു. അമീനയെ സഹായിക്കാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമായിരുന്നു അവർ എത്തിച്ചേർന്നിരുന്നത്. അതൊക്കെ കണ്ടപ്പോ ലൈലയ്ക്കും സമാധാനവും സന്തോഷവും തോന്നി. ലൈല നേരെ അമീനയുടെ അടുത്തേക്ക് ചെന്നു. അമീന തന്റെ ജനിച്ചു വീണ കുഞ്ഞുമായിട്ടിരിക്കുകയാണ്. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് അമീന അവളോട് സംസാരിച്ചു. ഞാൻ കാരണം ആകെ കുഴപ്പത്തിലായല്ലേ, ക്ഷമിക്കണം കേട്ടോ. എത്രയും വേഗം ഞാനും മക്കളും ഇവിടെ നിന്ന് പൊക്കോളാം. അവൾ പറഞ്ഞു. എങ്ങോട്ട് പോവാൻ? ഞാനിവിടെ തനിച്ചാ ജീവിക്കുന്നത്. നിങ്ങൾക്കും തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ നിൽക്കാം. ലൈല അവൾക്ക് മറുപടി കൊടുത്തു. അടുത്ത ദിവസം പതിവ് പോലെ ലൈല ജോലിക്ക് പോയി. അന്ന് അവിടെ വെച്ച് ഡോക്ടർ റൂബൻ അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. കാര്യമായ ട്രെയിനിങ്ങോ മറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി എന്ത് ഭംഗിയായി ലൈല പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്നു എന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് റൂബൻ അവളെ അഭിനന്ദിച്ചു. ലൈലയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും റൂബൻ ഇങ്ങനെ അടുപ്പം കാണിക്കുന്നതിൽ എന്തോ ഒരു ആശങ്ക അവളുടെ ഉള്ളിൽ തോന്നിയിരുന്നു. അന്നവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരാളുടെ പിൻഭാഗം അവൾ കണ്ടു. പെട്ടെന്ന് അസീസിനെ പോലെ അവൾക്ക് തോന്നി. അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് അസീസല്ല, അസീസിന്റെ രൂപഭാവങ്ങളുള്ള മറ്റൊരു മനുഷ്യനായിരുന്നു. അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. കഥ അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ലൈല അസീസുമായി പ്രണയത്തിലായി. അസീസിനൊപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ സമയം അന്നൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ അസീസ് പോയിരുന്നു. പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണ്. അവിടെ വെച്ച് അവരുടെ രാജ്യത്തിന്റെ രാജാവ് ചെയ്യുന്ന അതിക്രമങ്ങളെ പറ്റിയും അതിനെതിരെ ഒരു സംഘത്തിന്റെ നീക്കം ഉടലെടുക്കുന്നതിനെ പറ്റിയുമൊക്കെ സംസാരം വരുന്നുണ്ടായിരുന്നു. കൂട്ടുകാർക്കിടയിൽ അങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തുടർന്നുകൊണ്ടിരിക്കെ ഒരു കൂട്ടുകാരനും അസീസും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ സഹികെട്ട് അസീസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അസീസിന് പിന്നാലെ ലൈലയും പോന്നിരുന്നു. അന്നങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴായിരുന്നു പൂർണ്ണമായും ലൈലയെ അസീസ് പ്രപ്പോസ് ചെയ്യുന്നത്. ലൈലയ്ക്കേറെ സന്തോഷം തോന്നി. ലൈലയും പ്രപ്പോസൽ സ്വീകരിച്ചു. കഥ എവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് ലൈല അപ്പാർട്ട്മെന്റിലെത്തി. അമീൻ അവിടെ ഉണ്ടായിരുന്നു. അമീനയോട് ആശുപത്രിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ലൈല വിശദീകരിച്ചു. അസീസിനെ പോലെ ഒരാളെ കണ്ട കാര്യവും അയാൾക്ക് പിന്നാലെ പോയതും ഒടുവിൽ നിരാശയായതും. പിന്നാലെ അസീസിന്റെ ചെറിയ ഫോട്ടോ അടങ്ങിയ ഒരു കാർഡ് എടുത്ത് അമീനയെ കാണിച്ച ലൈല അസീസിനെ നീ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് എവിടെ വെച്ചെങ്കിലും കണ്ടിരുന്നോ എന്ന കാര്യം തിരക്കി. ഇത്തരത്തിലൊരാളെ താൻ കണ്ടിട്ടേയില്ല എന്നായിരുന്നു അമീനയുടെ മറുപടി. അടുത്ത ദിവസം ലൈലയും അമീനയും പുറത്തുപോയി. ലണ്ടന്റെ തെരുവിലൂടെ നടക്കുമ്പോ പല ഭിത്തികളിലും അഭയാർത്ഥികളായിട്ട് എത്തിയിരുന്നവർ അവരുടെ ബന്ധുക്കളെ തിരഞ്ഞ് പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. ആ ഒരു നിമിഷത്തിൽ അവരിൽ ഒരു റിയലൈസേഷൻ ഉണ്ടായി. അഭയാർത്ഥികളായി ഓടിയെത്തിയവരിൽ പലർക്കും അവരുടെ ബന്ധുക്കളെയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. അവരിൽ പലരും കാണാതായവരെ അന്വേഷിക്കുകയാണ്. അടുത്ത ദിവസം ലൈല ജോലി സമയത്തെ ബ്രേക്കിൽ ഹോസ്പിറ്റലിന് പുറത്തെ ഗാർഡൻ ബെഞ്ചിൽ വന്നിരിക്കുമ്പോ ഡോക്ടർ റൂബൻ ആ വഴി വന്നു. റൂബൻ ലൈലയോട് കുശലാന്വേഷണം നടത്തുന്ന പോലെ സംസാരിക്കാൻ ആരംഭിച്ചു. റൂബൻ പറഞ്ഞു, എന്റെ ഫേവറേറ്റ് സ്പോട്ടാണിത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ലൈലയ്ക്ക് പക്ഷേ ആ സംസാരവും ആ ഒരു ബന്ധവും ഒരുപാട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂബനോടധികം സംസാരിക്കാൻ നിൽക്കാതെ അവൾ അവിടെ നിന്ന് പോന്നു. ലൈല അന്ന് ജോലി കഴിഞ്ഞു വന്ന് പതിവ് പോലെ അമീനയോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്നിച്ച് അവർ പാചകം ചെയ്തു. വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോഴായിരുന്നു സംസാരം തന്റെ കുട്ടിക്കാലത്തെ പറ്റിയും മൊറോക്കോയിൽ നിന്ന് എത്യോപ്യയിൽ എത്തിപ്പറ്റിയതിനെ പറ്റിയും മൊറോക്കോയിൽ വെച്ച് അബ്ദുൽ എന്ന പണ്ഡിതൻ തന്നെ വളർത്തിയതിനെ പറ്റിയും ഖുർആനും ശാസ്ത്രവും മാത്സും ഒക്കെ തന്നെ പഠിപ്പിച്ചതിനെ പറ്റിയുമൊക്കെ ലൈല അമീനയോട് വിശദീകരിച്ചു പറഞ്ഞു. ആ സമയമാണ് അമീന അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് അവളെപ്പറ്റി താനറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവളോട് പറയുന്നത്. ലൈലയുടെ അച്ഛനും അമ്മയും മയക്കുമരുന്ന് കടത്തുകാരായിരുന്നു അത്രേ. അതിൽ പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോ മറ്റുള്ളവർ പിടികൂടാതിരിക്കാൻ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണത്രേ അവർ ലൈലയെ അബ്ദുലിനടുക്കൽ ഉപേക്ഷിച്ചത്. പിന്നീട് അവർ കൊല്ലപ്പെട്ടു കാണും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
അടുത്ത ദിവസം ലൈലയും അമീനയും പുറത്തുപോയി തനിക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം അമീന ലൈലയോട് പറഞ്ഞു. കൂടുതൽ വർക്ക് കണ്ടെത്തണമെന്നും എന്നാലേ ഒരു വീട് വാടകയ്ക്കെടുത്ത് തനിക്ക് മാറാൻ പറ്റുള്ളൂ എന്നും അമീന ലൈലയോട് അറിയിച്ചു. ഇനിയും ഒരുപാട് നാൾ കൂടെ നിന്ന് ലൈലയ്ക്കൊരു ഭാരമാവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അമീന അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നീട് സംസാരിക്കുമ്പോ തന്റെ പഴയ കാലത്തെ പറ്റി അമീന വിശദീകരിച്ചു. അമീനയുടെ ഭർത്താവ് ഒരു എഞ്ചിനീയർ ആയിരുന്നു. നല്ല രീതിയിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നതുമാണ്. പക്ഷേ ആ ഒരു സമയത്താണ് അദ്ദേഹം പൊളിറ്റിക്കൽ മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കാൻ ആരംഭിച്ചത്. അതോടെ വിപ്ലവത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറി രാജാവിനെതിരെ പട നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കുവാനും അദ്ദേഹത്തെ തടയുവാനും അമീന ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെവികൊണ്ടതേയില്ല. ഒടുവിൽ രാജാവിന്റെ പട്ടാളം തന്നെ അദ്ദേഹത്തെ കൊന്നുതള്ളി. 1974 ഓർമ്മകളിലേക്ക് ലൈലയുടെ മനസ്സ് പെട്ടെന്ന് പാഞ്ഞു. 1974 വിപ്ലവം നയിച്ചവർ രാജാവിനെ താഴെയിറക്കി. മിലിറ്ററി താൽക്കാലിക ഭരണം ഏറ്റെടുത്തു. പുതിയ രാജാവിനെ കണ്ടെത്തും വരെ മിലിറ്ററി ഭരണം നയിക്കും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അതിനെതിരെയും പ്രതിഷേധമുയർന്നു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. എതിർക്കുന്നവരെ മുഴുവൻ മിലിറ്ററി പിടികൂടാനും കൊന്നു തള്ളാനും തടങ്കലിൽ പാർപ്പിക്കാനും മറ്റും ആരംഭിച്ചു. അസീസും അത്തരത്തിൽ ആർമിയുടെ നോട്ടപ്പുള്ളികളിൽ ഒരാളായി മാറിയിരുന്നു. കുറെ നാളായി അസീസിനെ കാണാതായതോടെ ലൈല അസീസിനെ അന്വേഷിച്ച് അസീസിന്റെ വീട്ടിൽ ചെന്നു. പക്ഷെ അസീസ് ലൈലയോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആർമി എപ്പോഴും ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപകടമാണ്. നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ലൈലയുടെ മുഖം മാറുന്നത് അസീസ് നോക്കിക്കണ്ടു. അവളുടെ അടുത്ത് ചെന്ന് അസീസ് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഒരു ദിവസം മുഴുവൻ നമുക്കൊന്നിച്ച് ചെലവഴിക്കാം. ലൈലയ്ക്കും സമാധാനം തോന്നി. കഥ അവിടെ നിന്ന് പ്രസന്റിലേക്ക് വരുന്നു. കുറച്ചു നാളുകൾ കടന്നുപോയിരുന്നു. ലൈല ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ കണ്ടത് വീട്ടിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ആണ്. അമീന വാങ്ങിയതായിരുന്നു അത്. അമീനയ്ക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയത്രേ. കിട്ടിയ പൈസയ്ക്ക് അവൾ ആ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ലൈല ഒരു ശബ്ദം കേട്ടിട്ടായിരുന്നു എഴുന്നേറ്റത്. അവൾ പുറത്തേക്ക് നടന്നു ചെന്നു. ബാത്റൂമിനടുത്തെത്തിയപ്പോൾ വല്ലാതെ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ലൈല അകത്തേക്ക് കയറി നോക്കി. അമീന പൊട്ടിക്കരനെ തളർന്നിരിക്കുകയായിരുന്നു. എന്താ കാര്യമെന്ന് അവൾ ചോദിച്ചു. അപ്പോഴാണ് അമീന തന്റെ ഉള്ളിലെ ട്രോമകളെപ്പറ്റിയും ദുഃഖത്തെപ്പറ്റിയും ഒക്കെ സംസാരിക്കുന്നത്. എന്ത് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോ നോക്കിക്കേ, ഞാനിവിടെ ഒരു അഭയാർത്ഥിയായി നിൽക്കുന്നു. ലൈല അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമീന ജീവിതത്തിലെ കുറച്ച് കറുത്ത അധ്യായങ്ങൾ ലൈലയോട് തുറന്നു പറയാൻ തുടങ്ങി. അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് അമീന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്നു. ഏകദേശം 8 മാസക്കാലം അവിടെ വെച്ച്. പക്ഷേ അവൾ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അതിന്റെ ഫലമാണ് അവൾ പ്രസവിച്ച അവളുടെ പുതിയ കുട്ടി സീത എന്ന് അവർ പേരിട്ടിരിക്കുന്ന ആ ഒരു പുതിയ കുഞ്ഞ്. അക്ഷരാർത്ഥത്തിൽ ലൈല അത് കേട്ട് ഞെട്ടിയിരുന്നു. എന്നിരുന്നാലും അവൾ അമീനയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പഴയതൊക്കെ പുറകിൽ വിട്ടുകളയുന്നത് തന്നെയാണ് നല്ലത്. നിനക്ക് മുമ്പോട്ടേക്ക് ജീവിക്കണം. നിന്റെ മക്കൾ നിന്റെ കൂടെയുണ്ട്. അവരെ കൈവിട്ടുകൂടാ. ധൈര്യം സംഭരിച്ച് പുതിയൊരു ജീവിതം തുടങ്ങൂ. ലൈല അവൾക്ക് ആശ്വാസം പകരാൻ ശ്രമിച്ചു. അടുത്ത ദിവസം വൈകിട്ട് അമീന ലൈലയെ മീറ്റ് ചെയ്തു. തന്റെ പുതിയൊരു ഐഡിയയെ പറ്റി ലൈലയോട് സംസാരിച്ചു. അമീന ഒരു ഓർഗനൈസേഷൻ ആരംഭിക്കുന്നു. അവിടെത്തിയ അഭയാർത്ഥികൾക്ക് കുടുംബത്തെയൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അവരുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും മിസ്സിംഗ് ആയിരിക്കും. അവരുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഒരുപക്ഷെ അവർക്ക് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ കുറെ പേരെ കണ്ടെത്തി അവരുടെ ഫാമിലിയുമായി കൂട്ടിമുട്ടിക്കാൻ സാധിച്ചേക്കും. അമീനയുടെ ആ ഐഡിയ ലൈലയ്ക്കും നന്നായി തോന്നി. അവളുടെ ഒപ്പം ഫ്രീ ടൈമിൽ താനും കൂടാം എന്ന ലൈല അവൾക്ക് ഉറപ്പ് കൊടുത്തു. കഥ അവിടെ നിന്നും പാസ്റ്റിലേക്ക് പോവുകയാണ്. ലൈലയും അസീസും മീറ്റ് ചെയ്ത് ഒന്നിച്ച് കറങ്ങാൻ തീരുമാനിച്ച ദിവസം അവരൊന്നിച്ച് പലയിടത്തും ചുറ്റിക്കറങ്ങിയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ലൈല അസീസിനോട് താനൊരിക്കൽ മദ്യപിച്ചിട്ടുള്ള കാര്യം അറിയിച്ചു. അത് പക്ഷേ അവൾ കുട്ടിയായിരുന്ന സമയത്താണ്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നപ്പോൾ. അവർ മുസ്ലിംസേ ആയിരുന്നില്ല. പിന്നീട് അബ്ദുൽ അവളെ വളർത്തിയപ്പോൾ അവൾ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീടാണ് മദ്യം മതം വിലക്കിയ ഒന്നാണ് എന്നവൾ തിരിച്ചറിയുന്നത്. അതിൽ പിന്നെ അവളത് രുചിച്ചിട്ടേയില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അമീന ഓഫീസ് പൂട്ടിയിറങ്ങിയപ്പോ ലൈലയും അവളുടെ കൂടെ ഇറങ്ങി. അവർ നേരെ നടന്നുപോയതൊരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. ആ സമയം റെസ്റ്റോറന്റിൽ ഡോക്ടർ റൂബനും ഉണ്ടായിരുന്നു. റൂബനെ കണ്ടതും ലൈല വേഗം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ വന്ന റൂബൻ ലൈലയെ തന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചു. ഒഴിഞ്ഞു മാറാനായിരുന്നു ലൈല നോക്കിയത്. ഇതൊക്കെ അമീന നോക്കിക്കണ്ടിരുന്നു. ഡോക്ടർ റൂബനെ കണ്ടതും അമീന ഡോക്ടർ റൂബനോട് സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ കുറച്ചുനേരം അവർ സംസാരിച്ചിരുന്നു. വൈകാതെ അമീന ലൈലയ്ക്കൊപ്പം അവിടെ
നിന്ന് തിരികെ പോന്നു. അന്ന് അവിടെ നിന്ന് അങ്ങനെ തിരികെ നടന്നു പോരുമ്പോ അമീന ലൈലയോട് ചോദിച്ചു, എന്താ നീ ഈ റൂബൻ ഡോക്ടറുടെ അടുക്കൽ ഒരു തണുപ്പ മട്ടിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്? എന്താണെന്ന് എനിക്കറിയില്ല. അയാളുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ എന്തോ ഒരു തോന്നലായി എനിക്ക്. കാര്യം എനിക്ക് മനസ്സിലാവുന്നുമില്ല. ആ അത് തന്നെ, റൂബന് നിന്നോട് ഇഷ്ടമുണ്ട്. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ റൂബനോടും കാണും. ലൈല പെട്ടെന്ന് വല്ലാതായി. അവൾ കുറച്ച് കാർക്കശ്യത്തോടെ പറഞ്ഞു, ഞാൻ എന്റെ അസീസിന് മാത്രം സ്വന്തമായതാണ്. ആർക്കും എന്നെ മറ്റൊരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും മറ്റൊരു പുരുഷനെ ഇനി സ്നേഹിക്കുകയുമില്ല. അവർ അന്നങ്ങനെ യാത്ര ചെയ്ത് നേരെ അപ്പാർട്ട്മെന്റിലെത്തി. അവിടെ ഓരോ വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടയിൽ വളരെ യാദൃച്ഛികമായി അമീനയ്ക്ക് വന്നൊരു കത്ത് ലൈലയുടെ കയ്യിൽ പെട്ടു. അതിൽ എഴുതിയിരുന്നതിന് പ്രകാരം അമീനയുടെ ഹസ്ബൻഡ് എപ്പോഴും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ലൈല മനസ്സിലാക്കി. ലൈലയെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അത്. അമീന തന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അവളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നാണ് അമീന ലൈലയോട് പറഞ്ഞത്. പക്ഷേ അമീന പറഞ്ഞ പോലെ അവളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അമീനയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈല ഉടനടി അമീനയുടെ അടുത്തെത്തി കാര്യം ചോദിച്ചു. അമീന ലൈലയോട് മനസ്സ് തുറന്നു. എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു കത്ത് വന്നപ്പോഴാണ് അദ്ദേഹം ജീവനോടെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കത്ത് കണ്ടതും എനിക്ക് കുറ്റബോധം തോന്നാൻ തുടങ്ങി. എനിക്കിപ്പോ ഇളയൊരു കുട്ടിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ കുട്ടിയുമല്ല. എങ്ങനെ അദ്ദേഹത്തെ ഫേസ് ചെയ്യും എന്നെനിക്കൊരു പിടിയും കിട്ടിയില്ല. എങ്ങനെ ഇത് നിന്നോട് പറയുമെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ലൈലാമീനയെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, നിന്റെ ഭർത്താവിന് ഒക്കെ മനസ്സിലാകും. നീ ആദ്യം അദ്ദേഹത്തോടൊന്ന് സംസാരിക്കൂ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് അടുത്തൊരു തീരുമാനമെടുത്താൽ മതിയല്ലോ. ലൈലയോടുവിൽ ഒരുപാട് സംസാരിച്ച് അമീനയുടെ മനസ്സു മാറ്റി. ഭർത്താവിന് കത്തെഴുതാൻ അമീന തീരുമാനിച്ചു. അവളുടെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. എത്യോപ്യയിൽ കലാപം രൂക്ഷമായ സമയം. വിപ്ലവകാരികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അവരുമായി ബന്ധമുള്ളവരെയും അവിടുത്തെ പട്ടാളക്കാരും രാജാവിന്റെ ആളുകളും ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അഭയാർത്ഥിക്കൂട്ടത്തിൽ ലൈലയെ രക്ഷപ്പെടുത്തിവിടാൻ അസീസ് തീരുമാനിച്ചിരുന്നു. അസീസ് അതിനെപ്പറ്റി അവളോട് സംസാരിച്ചു. പക്ഷേ അസീസ് ഇല്ലാതെ താൻ പോവില്ല എന്നായിരുന്നു ലൈല പറഞ്ഞത്. അസീസ് പക്ഷെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അസീസിനപ്പോൾ അവളുടെ കൂടെ ചെല്ലുവാൻ പറ്റുമായിരുന്നില്ല. അവിടെ പോരടിക്കുന്ന ഒരു സംഘം വിപ്ലവകാരികളുണ്ട്. അവരെ സഹായിക്കാൻ അസീസ് അവിടെ തുടർന്നേ പറ്റൂ. മാത്രമല്ല ആർമി അവനെ സ്പോട്ട് ചെയ്തു കഴിഞ്ഞു. അവരുടെ കൂടെ താൻ വന്നാൽ അവരും അപകടത്തിലാവും. അതുകൊണ്ടിപ്പോൾ അവർ തനിയെ രക്ഷപ്പെടുന്നതാവും നല്ലത്. എല്ലാം ഒന്ന് ഒതുങ്ങിത്തീരുമ്പോൾ താൻ തന്നെ അവളുടെ അടുത്ത് എത്തിച്ചേർന്നോളാം. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ലൈല സമ്മതിച്ചു. അങ്ങനായിരുന്നു അഭയാർത്ഥിയായി ലൈല അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അടുത്ത ദിവസം എത്യോപ്യയുടെ ദുരവസ്ഥ അറിഞ്ഞിട്ടായിരുന്നു ലൈല ഉറക്കിൽ നിന്നുണർന്നത്. 10,000 വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. രാജാവിന്റെയും പട്ടാളത്തിന്റെയും ആളുകൾ എതിർക്കുന്നവരെയും നിരപരാധികളെയും കൊന്നൊടുക്കുന്നു. എത്രമേൽ ദുരിതമായ അവസ്ഥ. അന്ന് രാത്രിയിലാണ് മറ്റൊന്ന് സംഭവിച്ചതും. അമീനയുടെ കത്ത് കിട്ടിയ അമീനയുടെ ഭർത്താവ് അവളെ അന്വേഷിച്ചെത്തി. അമീനയെയും കുട്ടികളെയും നേരിൽ കണ്ടപ്പോ യൂസഫ് എന്ന അമീനയുടെ ഭർത്താവിന് വികാരങ്ങൾ നിയന്ത്രിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സന്തോഷം അദ്ദേഹത്തിനെ വല്ലാതങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അപ്പോഴാണ് അമീന തന്റെ അവസ്ഥയെപ്പറ്റിയും കടന്നുപോയ കാര്യങ്ങളെപ്പറ്റിയും പുതിയ കുട്ടിയെപ്പറ്റിയും യൂസഫിനോട് പറയുന്നത്. യൂസഫ് പക്ഷേ ഒക്കെ മനസ്സിലാക്കാൻ വലിയ മനസ്സുള്ളവനായിരുന്നു. ആ കുട്ടിയെയും തന്റെ സ്വന്തം കുട്ടിയെപ്പോലെ വളർത്തും എന്ന് യൂസഫ് അമീനയോട് പറഞ്ഞു. അത് കേട്ട് അമീനയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അമീനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു. അടുത്ത ദിവസം യൂസഫ് അമീനയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. കാനഡയിൽ പോയി സെറ്റിലാവാനായിരുന്നു അവരുടെ പദ്ധതി. അതിനുള്ള കാര്യങ്ങളും യൂസഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പോകുന്നതിന് മുമ്പ് യൂസഫ് ലൈലയ്ക്കടുത്ത് വന്ന് സംസാരിച്ചു. ലൈല ചെയ്തു കൊടുത്ത എല്ലാ സഹായത്തിനും യൂസഫ് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ അസീസിനെ കണ്ടെത്താൻ പറ്റുമെങ്കിലോ വിവരങ്ങൾ അറിയാൻ പറ്റുമെങ്കിലോ താൻ അത് അറിയിക്കാമെന്നും പറഞ്ഞു. അമീനയുടെയും ലൈലയുടെയും യാത്ര പറച്ചിൽ വികാരാതീതമായിരുന്നു. ഒറ്റപ്പെടലിന്റെ വല്ലാത്തൊരവസ്ഥ വീണ്ടും അവളിലേക്ക് വന്നു ചേരുകയായിരുന്നു. എന്നിരുന്നാലും അത് കാണിക്കാതെ സന്തോഷത്തോടെ ലൈലയെ യാത്രയാക്കാൻ അമീന പരമാവധി ശ്രമിച്ചു. അവരെ യാത്രയാക്കി ലൈല അപ്പാർട്ട്മെന്റിൽ തനിച്ചു വന്നിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥ അവളെ വന്നു പൊതഞ്ഞു. അടുത്ത ദിവസം ഹോസ്പിറ്റൽ കഫറ്റീരിയയിൽ അമീന ഇരിക്കുമ്പോ ഡോക്ടർ റൂബൻ അവളുടെ ടേബിളിൽ വന്നിരുന്നു. മറ്റിടങ്ങളിലൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഇരിപ്പ്. അവളോട് സംസാരിക്കാൻ ഡോക്ടർ റൂബൻ ശ്രമിച്ചെങ്കിലും ലൈല ഡോക്ടർ റൂബനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പരിധിക്കപ്പുറം റൂബനും കാര്യങ്ങൾ മനസ്സിലായി. ക്ഷമിക്കണം എന്ന് പറഞ്ഞ ലൈലയോട് ക്ഷമാപണം നടത്തി റൂബൻ അവിടെ നിന്ന് മാറി. റൂബൻ അങ്ങനെ പോയപ്പോ ലൈലയ്ക്കും ഒരു വല്ലായിക തോന്നിയിരുന്നു. അന്നവൾ ഡ്യൂട്ടിയൊക്കെ
കഴിഞ്ഞ് റെഫ്യൂജി ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെ തരക് എന്ന പേരുള്ള ഒരു വ്യക്തി വന്നിരുന്നു. തരക് ലൈലയോട് സംസാരിച്ചു. വിപ്ലവകാലത്ത് പിടികൂടപ്പെട്ട് സൊമാലിയ ജയിലിൽ കഴിയുകയായിരുന്നു തരക്. അവിടെ വെച്ച് അസീസിനെ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് കഠിനമായ പീഡനത്തിന് അസീസ് വിധേയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അസീസ് തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല. അവിടുത്തെ തടവ് പുള്ളികൾക്കും മറ്റുള്ളവർക്കും സഹായം ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവിടുത്തെ സോൾജേഴ്സ് തന്നെ അസീസിനെ വെടിവെച്ചു കൊന്നു. അസീസിന്റെ മരണ സർട്ടിഫിക്കറ്റ് തരക് ലൈലയ്ക്ക് കൈമാറി. ഏറെ വേദനയോടെ നിറക്കണ്ണുകളോടെ അവൾ അത് ഏറ്റുവാങ്ങി. സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി അവൾ ഒരിടത്ത് കുഴഞ്ഞു വീണു. ബോധം തെളിയുമ്പോ അവൾ എവിടെയോ കിടക്കുകയായിരുന്നു. മുമ്പിൽ ഡോക്ടർ റൂബൻ ഇരിക്കുന്നുണ്ട്. റൂബൻ പറഞ്ഞു, വഴിയിൽ നീ കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു. കണ്ടപ്പോ ഞാൻ ആ ആശുപത്രിയിൽ എത്തിച്ചത്. നിനക്ക് വേണ്ട ചികിത്സകൾ തന്നു. ഇപ്പോ നീ ഓക്കെയാണ്. ലൈലയ്ക്കെപ്പോൾ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. നാളുകൾ വീണ്ടും മുമ്പോട്ടു പോയി. പതിയെ പതിയെ അവളുടെ ദുഃഖങ്ങൾ മാഞ്ഞു തുടങ്ങി. റൂബൻ തന്നെ കാര്യമായി തന്നെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ലൈല റൂബൻ ഒരു അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. പതിയെ പതിയെ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തു. ആ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ദൃഢതയുള്ളതായി മാറി. തന്റെ ജീവിതം ലൈല റീബിൽഡ് ചെയ്തു തുടങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.